രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവ് സംവിധാനം നിർവഹിച്ച രണ്ടാമത്തെ ചിത്രം ആവേശം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനെത്തുന്ന 3 സുഹൃത്തുക്കൾ സീനിയേഴ്സിന്റെ ക്രൂരമായ റാഗിംഗ് സഹിക്കാനാവാതെ തിരിച്ച് പ്രതികരിക്കാനായി ബാംഗ്ലൂരിലുള്ള ആരുടെയെങ്കിലും ലോക്കൽ സപ്പോർട്ട് കിട്ടാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ രംഗണ്ണയുടെ യൂണിവേഴ്സിൽ എത്തിപ്പെടുകയാണ്. പിന്നീടുണ്ടാവുന്ന കാര്യങ്ങളാണ് ആവേശം എന്ന ചിത്രത്തിൽ പറയുന്നത്. ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായ രംഗ എന്ന രംഗണ്ണയായി എത്തുന്നു. ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിന്റെ ഡീറ്റെയിൽസ് അല്പം പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്പോയിലർ ആവാതെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഫഹദ് ഫാസിലിന്റെ ഒരു രാജ്യമാണിക്കുമെന്ന് ആവേശത്തെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഷമ്മീക ബാപ്പ്, മരണമാസ് ഗ്യാങ്സ്റ്റർ. ഇതുവരെ നമ്മൾ കണ്ട ഗ്യാങ്സ്റ്റേഴ്സിനെ പോലെ ഒന്നുമല്ല രംഗണ്ണ. അണ്ണൻ നമ്മളെ ചിരിപ്പിക്കും, കളിപ്പിക്കും, പേടിപ്പിക്കും, ഞെട്ടിക്കും, ആവേശം കൊള്ളിക്കും. രംഗണ്ണട മോനെ. ഫഹദ് ഫാസിലിന്റെ എക്സ്ട്രീം എനർജറ്റിക് ക്യാരക്ടറൈസേഷൻ, അതാണ് രംഗണ്ണ. ഫഹദ് എന്ന നടന്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഹൈ എനർജി നിറഞ്ഞ ഒരു ഹെവി കഥാപാത്രത്തിനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതിന് അദ്ദേഹം 100-ൽ 100 മാർക്കും മേടിച്ചു കഴിഞ്ഞു. സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിടു, ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിലിന്റെ വളരെ വ്യത്യസ്തമായ ഒരു പ്രകടനമെന്നല്ല, ഞെട്ടിക്കുന്ന ആവേശം നൽകുന്ന ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് രംഗണ്ണയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച യൂട്യൂബേഴ്സ് ആയ ഹിപ്സ്റ്റർ, മിഥുൻ ജയശങ്കർ, റോഷൻ ഷാനവാസ് എന്നിവരും വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രോമാഞ്ച ഫെയിം സജിൻ ഗോപുവിന്റെ കഥാപാത്രം എന്റെ മോനെ ഒരു രക്ഷയുമില്ല. അങ്ങനെ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. അതേപോലെ തന്നെ മൻസൂർ അലി ഖാൻ, ആശിഷ് വിദ്യാർത്ഥി എന്നിവരും ചിത്രത്തിലുണ്ട്. നിരവധി പുതുമുഖങ്ങളെയാണ് ജിത്തു തന്റെ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെ നൽകിയെന്നത് വളരെ മികച്ച ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നി. ചിത്രത്തിൽ എടുത്തു പറയാൻ തോന്നിയ മറ്റ് ചില ഘടകങ്ങൾ: ഒന്ന്, സുഷിൻ ശ്യാമിന്റെ സംഗീതം ഒരു രക്ഷയുമില്ല. അതേപോലെ തന്നെ വിനായക് ശശികുമാറിന്റെ ലിറിക്സ്. ചിത്രത്തിന്റെ മൊത്തം വൈബ് ഈ 2 കാര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോയി. അതേപോലെ തന്നെ ചിത്രത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തങ്ങളുടെ ഭാഗം വളരെ ഭംഗിയുള്ളതാക്കി. സാൻഡി മാസ്റ്ററുടെ ഡാൻസ് കൊറിയോഗ്രാഫി, അതേപോലെ തന്നെ സ്റ്റൺ കൊറിയോഗ്രാഫി, VFX വർക്കുകൾ എല്ലാം അടിപൊളിയെന്ന് പറയാതെ വയ്യ. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗത്തോട് അടുക്കുമ്പോൾ ഫഹദ് ഫാസിലിന്റെ ഒരു പ്രകടനമുണ്ട്. മോനെ, മറ്റൊരിടത്തേക്ക് നമ്മുടെ ചിന്ത പോലും പോകത്തില്ല. അതുപോലെ പുള്ളി നമ്മളെ ലോക്കാക്കി കളയും. യൂത്തിന് ചിത്രം ഇഷ്ടപ്പെടുമെന്നതിൽ സംശയം വേണ്ട. പക്ഷെ സാധാരണ കുടുംബ പ്രേക്ഷകർക്ക് ചിത്രം ആ ഒരു വൈബിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. 2.5 മണിക്കൂർ രോമാഞ്ചമണിയിക്കുന്ന ആവേശം മിസ് ചെയ്യരുത്. തൊട്ടടുത്ത തിയേറ്ററുകളിലേക്ക് വിട്ടോ, കണ്ടാസ്വദിക്കുക ആവേശം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.